ന്യായാധിപന്മാർ 18-ാം അധ്യായം 18 മുതൽ 23 വരെ തിരുവചനങ്ങൾ. ബർഹമോർ. ഇവർ മീഖയുടെ വീടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗൃഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായ പൊത്തി ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക. ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു. അവൻ ഏഫോദും ഗൃഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്തു സേനയുടെ നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു. അവർ മീഖയുടെ വീട്ടിൽ നിന്ന് കുറെ ദൂരത്തായപ്പോൾ മീഖയുടെ വീടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ചുകൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. മീഖയോട്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടു കൂടെ വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. കർത്താവേ, ആ മുടിയനായ പുത്രനെ പോലെ ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ.